ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആഗമനം അനുസ്മരിക്കുന്ന ആഗമന കാലത്തിലാണ് നാം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആഗമന കാലത്തിന്റെ ധ്യാന ചിന്തകളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. ഈശോയെ സ്വീകരിക്കാൻ ഹൃദയം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി, ക്ഷമയുടെ ആവശ്യത്തെപ്പറ്റി, വിദ്വേഷവും വെറുപ്പും ഹൃദയത്തിൽ നിന്നും നീക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റി, ഭയപ്പെടാതെ നമ്മുടെ ഭയം ഏറ്റെടുക്കുവാൻ വന്ന ഈശോയിൽ ആശ്രയിച്ച് ശക്തി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു. ഇന്ന് നാം വളരെ ലളിതമായ ചിന്തകളിലൂടെയാണ് കടന്നു പോവുക. ഇന്ന് നാം ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നോ? നാം ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്, നാം ബലിയിൽ പങ്കുചേർന്നിരുന്ന ഇടവക പള്ളിയിലേക്ക്. ഈ യാത്ര നാം പോകുമ്പോൾ ക്രിസ്മസ് ആഘോഷ ചിന്തകളാണ് മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ വീട്ടിൽ നാം പുൽക്കൂടുണ്ടാക്കിയ കാലങ്ങൾ, ഓരോ സ്ഥലത്തും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ പുല്ലുമേഞ്ഞതാകാം, മറ്റു ചിലപ്പോൾ ഈറ്റ കൊണ്ടാവാം, അല്ലെങ്കിൽ തടി കൊണ്ടാവാം, അതുമല്ലെങ്കിൽ വലിയ നക്ഷത്രമായിട്ടാകാം. എന്തായാലും നമ്മളെല്ലാവരും കുഞ്ഞുനാളിൽ തന്നെ ഉണ്ണീശോയ്ക്കായി സ്ഥലം ഒരുക്കിയിട്ടുള്ളവരാണ്. അങ്ങനെ സ്ഥലം ഒരുക്കുമ്പോൾ ചിലപ്പോൾ നെല്ലും ഉള്ളിയും കടുകും ഇങ്ങനെ പലതരം ധാന്യങ്ങൾ ചിരട്ടിയിൽ പാകി വളർത്തി അത് ഒരുക്കി വെച്ച് ഇടയ്ക്ക് അരുവി ഒഴുകും പോലെ വെള്ളവും ചാലുമൊക്കെയായി പുൽക്കൂട് നാം ഒരുക്കും. അതിനുള്ളിൽ മൃഗങ്ങളെ, ആടിനെ, ആട്ടിടയന്മാരെ, പൂജരാജാക്കളെ ഒക്കെ ഒരുക്കി നിരചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആനന്ദം ആ ഒരുക്കങ്ങളോട് ചേർത്ത് അച്ഛനോ അമ്മച്ചിയോ നമ്മളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സോ അച്ഛന്മാരോ ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന സുഹൃത ജപം, കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണിയെ നിന്നെ ഞാൻ മുത്തുന്നു. അതെ, ദൈവകുമാരൻ ഒരു ശിശുവായി കടന്നു വന്നു. ഉണ്ണീശോയെ കാണാൻ പള്ളിയിൽ പോയതും അവിടുത്തെ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഉണ്ണീശോയെ എത്തി നോക്കിയതും ഉണ്ണീശോയെ കണ്ട സന്തോഷത്തോടെയുള്ള തിരിച്ചുപോക്കുമെല്ലാം ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. രാത്രിയില് പാതിരാ കുർബാനയ്ക്കുള്ള നമ്മുടെ പോക്ക്, ആ കുളിരും തണുപ്പും, ഇടവക പള്ളിയിലെ റെക്കോർഡിൽ നിന്നുള്ള ഉണ്ണീശോയുടെ പാട്ടുകളും എല്ലാം ബെത്ലഹേമിലെ ആ പുൽക്കൂട്ടിലേക്ക് നമ്മെ നയിക്കുന്നവയായിരുന്നു. അവിടുത്തെ മാലാഖമാരുടെ സംഗീതം അത്യുന്നതങ്ങളിൽ
ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടും വീടും വിട്ട് നാം ഇന്ന് അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഈ നാട്ടിൽ ഇവിടുത്തെ നന്മകൾ അനുഭവിച്ച് നാം ജീവിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരമാണിത്. ഈശോയ്ക്ക് പുൽക്കൂടൊരുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് ചിന്തകളാണ് ഉണർന്നു വരിക? ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് ഒരുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് എന്ത് ചിന്തകളാണ്? വീണ്ടും കടയിൽ പോയി സമ്മാനങ്ങൾ വാങ്ങി പൊതികളാക്കി ട്രീയുടെ കീഴിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ സന്തോഷവും ആനന്ദവും എൻ്റെ ഹൃദയത്തിലുണ്ടോ? രാജാധിരാജനായ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു എന്നതിനെ നാം അനുസ്മരിക്കുന്നുണ്ടോ? നമ്മുടെ അതിരൂപതയുടെ ഇടയനായ അഭിവന്ദ്യ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് പിതാവ് തന്റെ ഒരു ഇടയ ലേഖനത്തിൽ ഇപ്രകാരം അനുസ്മരിപ്പിച്ചു: മനുഷ്യനെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്മസിൽ നാം അനുസ്മരിക്കുക. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനായ ദൈവം ഈശോയിൽ നമ്മെ തേടിയെത്തിയിരിക്കുന്നു. നമുക്കായി നൽകപ്പെട്ട പുത്രൻ, നമുക്കായി ജനിച്ച ശിശു, ഈ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ നമുക്ക് ഹൃദയം തുറക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, എന്ന് ഈശോ നമ്മെയും വിളിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, കൂരിരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിന്റെ വഴികൾ വിട്ട് നന്മയുടെ വഴിയെ നടക്കാൻ, ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമായി ജീവിക്കുവാൻ, നമുക്കുള്ളവ പങ്കുവച്ച് സാഹോദര്യത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ ദർശിക്കുവാൻ, സമാധാനത്തിൽ ജീവിക്കുവാൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും വില കുറച്ച് കാട്ടുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. ദൈവമില്ല എന്ന് പറയുന്നവരും ഇതെല്ലാം വെറും മാനുഷികമായ സങ്കല്പങ്ങളാണ് എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. എന്നാൽ തിരുവചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു,
കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം ദൈവത്തിന്റെ ഈ മഹാമഹത്വത്തിന് മുൻപില് എളിമപ്പെട്ട് നമുക്കും ഏറ്റുപറയാം. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് പരിഹരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശൂന്യതയിൽ അങ്ങ് വന്ന് നിറയണമേ. നാം ഇപ്രകാരം പാടാറുണ്ട്: കത്തിച്ച ദീപവും കൈകളിലേന്തി കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ആ ദീപം അണയാതെ നിരന്തരം നാം കാത്തു സൂക്ഷിക്കണം. ക്രിസ്മസ് കർത്താവിന്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നതിനുള്ള അവസരമാണ്. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവപുത്രരാകുവാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ടവരെ, നമുക്കും തിരുനാമത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയാം: അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ നാഥൻ. നിഷ്കളങ്കരായ ആട്ടിടയരെ പോലെയും വിജ്ഞാനികളായ പൂജരാജാക്കളെ പോലെയും ഈശോയുടെ പാദത്തിങ്കൽ നമുക്കും കുമ്പിടാം. ദിവ്യ ശിശുവിലെ രക്ഷകനെ നമുക്ക് തിരിച്ചറിയാം. ആ ശിശു നമുക്ക് അരുളുന്ന സമാധാനത്തിന്റെ സന്ദേശം നമുക്കും സ്വീകരിക്കാം. ഐസയാസ് പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ അവസരമാണ്. സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉയരുമ്പോഴും, വേദനകൾ നമ്മുടെ ജീവിതങ്ങളെ ആഞ്ഞു പുലുകുമ്പോഴും, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പുൽക്കൂട്ടിൽ പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട് ശിശുവായി ശയിക്കുന്ന ആ ഉണ്ണീശോയുടെ പുഞ്ചിരി നമ്മുടെ ഹൃദയങ്ങൾക്കും ആശ്വാസമാകണം. സമാധാന രാജാവായ ഈശോയുടെ സാന്നിധ്യം നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും ആ സമാധാനം പകരുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമുക്കുള്ളത് നാം പങ്കുവെക്കുന്നതിലൂടെ, അങ്ങനെ ഈശോയുടെ സമാധാനം അനേകരുടെ ജീവിതങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും
നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും പ്രത്യേകമായി ഇപ്പോൾ കാലാവസ്ഥയുടെ അസ്വസ്ഥതകൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരുണയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം, അനുഭവം ഉണ്ടാകണം. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് അടയാളം തരുന്നു, അങ്ങ് തന്നെ അതിൻ്റെ ആഴവും അർത്ഥവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങൾ ഈ അവസരത്തിൽ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിക്കുകയാണ്. ദൈവഹിതം പൂർത്തിയാകുവാനായി തന്നെ തന്നെ വിട്ടുകൊടുത്ത അമ്മയുടെ ഹൃദയവിശാലത ഞങ്ങൾക്കും തരണമേ. ഈശോ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനായി അമ്മ തന്നെ എളിമയുടെ പാഠങ്ങൾ, വിധേയത്വ പാഠങ്ങൾ, ചെറുതാകലിന്റെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മാതാവിന്റെ സംരക്ഷണത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നതുപോലെ ഞങ്ങളും അമ്മയുടെ സാന്നിധ്യത്തിൽ ഈശോയെ സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. അങ്ങനെ ഈ ക്രിസ്മസ് കാലം ഞങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി അമ്മേ, ഞങ്ങൾക്ക് ഇടവരണമേ. നമുക്ക് ഈ സമയം ഒന്ന് ചേർന്ന് കർത്താവിനെ ഒരു നിമിഷം സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷകനായി രാജാവായി കടന്നു വരുന്ന ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കാൻ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി കർത്താവേ, നന്ദി സ്തുതി പിതാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവിന്റെ ആശീർവാദം നാം സ്വീകരിക്കാൻ പോവുകയാണ്. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഈ മക്കളെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അവിടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവിടെ നന്ദി പറയുന്നു. ഓരോ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ സ്നേഹം കൊണ്ട് ഓരോ കുടുംബങ്ങളെയും അവിടെ നിറയ്ക്കണമേ. വചനത്തിന്റെ ശക്തി അവിടുന്ന് ഓരോ കുടുംബങ്ങളും നിറയട്ടെ. തിന്മയുടെ കോട്ടകൾ, പൈശാച ബന്ധങ്ങൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ. രോഗങ്ങൾ, അന്വർത്ഥങ്ങൾ, പീഡകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്ഷ, സമാധാന, സന്തോഷം ഈ മക്കളിലേക്ക് ഈ സമയം തന്നെ അവിടുന്ന് ഒഴുകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും നാം ഓരോരുത്തരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.